പിന്നെ നബി തങ്ങൾ പറഞ്ഞു വസനന്തുലക്കും സിയാമ സനന്തുലക്കും ഖിയാമ, ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി റമളാനിലെ നിസ്കാരം സുന്നത്താക്കിയിരിക്കുന്നു. റമളാനിലെ ഒരു സ്പെഷ്യൽ സുന്നത്ത് നിസ്കാരം, അതാണ് തറാവീഹ്. അതങ്ങനെ തന്നെ വിശ്വസിച്ച് ചെയ്തോളണം. ഇപ്പം കുറെ കൂട്ടർ ഇറങ്ങിയ മാതിരി അത് ഖിയാമു റമദാൻ, ഖിയാമുൽ ലൈല്, തഹജ്ജുദ്, വിത്ർ ഇതൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. എരപ്പന്റെ പൊതുപ്പ് പോലെ എന്നറിയും. ഓൻ ഒടുക്കലും പൊതുക്കലും കുളിക്കലും വിരിക്കലും ഒക്കെ അതാ എന്ന മാതിരിയുള്ള ഒരു നിസ്കാരമല്ല. മുത്തനബി പറഞ്ഞെന്താ സനന്തുലക്കും സിയാമ ഖിയാമ, റമളാനിലെ നിസ്കാരം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം സുന്നത്താക്കി. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീൽ ഉദ്ധരിച്ചത് കാണാം. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആര് പരിശുദ്ധ റമളാനിൽ ഉറച്ച വിശ്വാസത്തോടെയും പടച്ചവന്റെ പൊരുത്തം ആഗ്രഹിച്ചും നോമ്പെടുക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നുവോ, ആ നിസ്കാരത്തെ കുറിച്ച് ശർഹ് മുസ്ലിമിൽ കാണാം. അത് തറാവീഹിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അത് റമളാനിലെ നിസ്കാരാന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അല്ലാഹ് സുന്നത്താക്കിയതാണ് എന്ന വിശ്വാസം ഉണ്ടാവണം. പടച്ചോന്റെ പ്രീതി ആഗ്രഹിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ അതിന്റെ ഗുണമെന്താ? നമ്മൾ നേരത്തെ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹ് മായ്ക്കും. അപ്പോഴാ എന്ത് ക്ലീനാകുക? ഹൃദയം. പാപം ചെയ്താൽ എന്താ വരിക? ഒരു തെറ്റ് ചെയ്താൽ കൽബിൽ ഒരു കറുത്ത പാട് പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ നേരത്തെ നമ്മൾ പറഞ്ഞു സുമ്മ ഖസത്ത് ഖുലൂബുഹും, ഹൃദയം കറുത്തു പോകാൻ. ആ കറുപ്പ് മായ്ച്ചു കളയാന്ന് പറഞ്ഞാൽ എന്താ? പാപം പുറത്ത് കിട്ടുക. അല്ലാഹ് ദോഷം പുറത്താ നമ്മളെ കൽബ് ക്ലീൻ ആകും. അപ്പൊ കൽബ് ശുദ്ധിയാക്കാൻ റമളാനിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ട്രെയിനിങ് തറാവീഹ് നിസ്കാരം. അത് മാസം കണ്ടാൽ അന്ന് മുതൽക്ക് തറാവീഹ് ഉണ്ടാവും. നോമ്പ് നോൽക്കണം എന്നില്ലല്ലോ അല്ലെ? നോൽക്കണേന്റെ അലേന്ന് തന്നെ തറാവീഹ് തുടങ്ങും. പല ആൾക്കാരും എന്ത് ചെയ്യും? നാളെ നോറ്റിട്ട് നാളെ മുതൽക്ക് തറാവീഹ് തുടങ്ങാ, ഇന്നിങ്ങനെ പോട്ടെ. ഇതൊരു ട്രെയിനിങ്ങാ, റിക്രൂട്ട്മെന്റ് റാലിയാ. നമ്മൾ സൈന്യത്തിലേക്കൊക്കെ ആളുകളെ സെലക്ഷൻ നടത്താൻ റിക്രൂട്ട്മെന്റ് റാലി വെക്കും. അത് 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ ഓനെ സൈന്യത്തിലെടുക്കുവോ? ആദ്യം തന്നെ വരണം, അവസാനം വരെ നിൽക്കുകയും വേണം. അങ്ങനത്തോനെ എടുക്കുള്ളൂ. അപ്പൊ എന്നതുപോലെ ഈ ഒരു മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ഉണ്ടാവണം. മാസപ്പിറവി കണ്ടാൽ അന്ന്, അതെല്ലാം 30 പൂർത്തിയായിട്ടാണെങ്കിൽ 1 ഉറപ്പാവുമല്ലോ. അപ്പൊ നോമ്പെടുക്കണേന്റെ തലേന്ന് തന്നെ തറാവീഹ് ഉണ്ടാവും. അതൊന്നും ഒഴിവാക്കരുത്. തറാവീഹ് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പം യാത്രകളൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. യാത്ര പോകുമ്പം പ്ലാൻ ചെയ്യണം, തറാവീഹ് എവിടുന്ന് കിട്ടും? കാരണം ഇത് റമളാന്റെ സ്പെഷ്യൽ സാധനം. ഇത് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു യാത്ര, അത് നഷ്ടപ്പെട്ടു പോകുന്നവനൽക്കുള്ള വലിയ കല്യാണത്തുറ, തുറയും ഇതൊക്കെ പാടെ കഴിയുമ്പോഴേക്ക് നിസ്കാരം ജമാഅത്തൊക്കെ തീർന്നു പോകാം. അങ്ങനത്തെ ചെയ്യരുത്. കാരണം റമളാന്റെ സ്പെഷ്യലായ സംഗതി അത് ഒഴിവാവാതിരിക്കാൻ വേണ്ടി ജാഗ്രതപ്പെടുക. വീട്ടിൽ സ്ത്രീകളെയും കുട്ടികളൊക്കെ നമ്മൾ നിർബന്ധപൂർവം ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെ ആ 20 റക്അത്ത് തറാവീഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളെ കൂട്ടി നടപ്പാക്കിയിട്ട് ഒരൊറ്റ സ്വഹാബി അതിനെതിരെ വിമർശം പറഞ്ഞിട്ടില്ല. എല്ലാവരും അത് അംഗീകരിച്ചതാണ്. അത് സ്വഹാബത്തിന്റെ ഇജ്മാ ഉള്ളതാണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും, സ്വഹാബത്തിനെ പിന്തുടരുന്നവരെ അല്ലാഹ് പൊരുത്തപ്പെട്ടു എന്ന് സൂറത്തു തൗബയിൽ അല്ലാഹ് പറഞ്ഞതാണ്. ആ സ്വഹാബത്ത് നബി തങ്ങൾ ചെയ്തതല്ല ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപരാധം എന്താണ്? പിന്നെ നമുക്ക് എന്തിലാ വിശ്വാസം ഉണ്ടാകുക? ഈ സ്വഹാബത്തല്ലേ മുസഫ് നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. ഫാത്തിഹ മുതൽ റബ്ബിന്നാസ് വരെ ഒരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ചെന്ന് സ്വഹാബത്തല്ലേ? മുഴുവൻ ഹദീസും നമുക്ക് പറഞ്ഞത് സ്വഹാബത്തല്ലേ? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ ഖുർആനും സുന്നത്തും ഒക്കെ എഴുതി മേശപ്പുറത്ത് വെച്ച് പോയതാണോ? ഈ സ്വഹാബത്തിനെ ഏൽപ്പിച്ചു പോയതല്ലേ? അവരെ വിശ്വാസത്തിലെടുക്കാതെ അവർ നബി ചെയ്യാത്തത് ചെയ്തു എന്ന് ആരോപിച്ചാൽ പിന്നെ നമുക്ക് ഇസ്ലാമിൽ വല്ല അസുലും ഉണ്ടാവോ? ആ സ്വഹാബത്ത് കാണിച്ചെന്നത്ര അത് റസൂലുള്ള ചെയ്തതാവുന്ന നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ നബിതങ്ങള് ചെയ്തതിനെ റസൂലുള്ള ചെയ്ത് ഞങ്ങൾ പരിശോധിച്ചിട്ട് സ്വഹാബത്ത് ചെയ്ത് ഞങ്ങൾ തള്ളുക, അങ്ങനെ ഒരു നബിയും സ്വഹാബത്തും ഇല്ല. റസൂലുള്ളാഹി ഞങ്ങൾ ചെയ്തതാ സ്വഹാബത്ത് ചെയ്തത് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ 20 റക്അത്ത് തറാവീഹ് ഒരു ദിവസവും മുടങ്ങാതെ നമ്മൾ ചെയ്യണം. പിന്നെ ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, മൻ ഫത്തറ ഫീഹി സ്വായിമാ കാന മഗ്ഫിറത്തൻ ലിദുനൂബി വഇത്ഖ റഖബതിഹി മിനന്നാർ.
വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ. പരിശുദ്ധ റമളാനിൽ ഒരു നോമ്പുകാരനെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ 3 പ്രതിഫലമാണ് അവന് വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന് മഗ്ഫിറത്തൽ ലിദുനൂബി, പാപ മോചനമാണ്. വഇത്ഖ റഖബത്തിഹി മിനന്നാർ, നരക വിമോചനമാണ്. മൂന്നാമത്തേത് ഇവന്റെ ആഹാരം കഴിച്ച് എത്ര ആള് നോമ്പ് തുറന്നോ അത്രയും ആളെ നോമ്പിന്റെ പ്രതിഫലം ഇവന് കൊടുക്കും. അയാളുടേത് ഒട്ടും കുറക്കാതെ. അയാളെ കുറച്ചും കൂടി എടുത്തു കൊടുക്കല്ല. നോമ്പ് തുറന്നാല് എന്റെ കൂലി മറ്റവന് കിട്ടിപ്പോന്ന് വിചാരിക്കണ്ട. അത് കുറക്കാതെ എത്ര ആള് നമ്മളെ കൊണ്ട് നോമ്പ് തുറന്നോ അത്രയാളെ നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. റമളാനിൽ നമുക്ക് നേടാൻ പറ്റിയ ഏറ്റവും വലിയൊരു അമലേതാ? നോമ്പ് ഉറപ്പിക്കല. അപ്പൊ ഇപ്പം പ്ലാൻ ചെയ്ത് വെക്കണം, ചുരുങ്ങിയത് ഒരു 100 ആളെ നമുക്ക് നോമ്പ് ഉറപ്പിക്കണം. പൈസ ഉള്ള ആളുകൾ 500 ആളെ, 1000 ആളെ, 2000, 10000 ഒക്കെ തുറപ്പിക്കുന്ന ആൾക്കാരുണ്ട്. സാധാരണക്കാര് പോലും കരുതിയാ നടക്കാവുന്നതാണ് 100 ആളെ നോമ്പ് ഉറപ്പിക്കും. നമുക്ക് കേൾക്കുമ്പോൾ 100 ആളെ, ഇത് 30 ദിവസത്തെ പരിപാടിയാ. ഒരു ദിവസത്തെ പരിപാടിയല്ലല്ലോ, 30 ദിവസമല്ലേ. എല്ലാ ദിവസവും ഒരാളെ തീരുമാനിച്ചു നോക്കി നിങ്ങള്. അതിന് വേറെ ഒന്നും നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കണ്ട, നമ്മളൊക്കെ ഉണ്ടാക്കണ്ടല്ലോ ഇപ്പൊ നോമ്പ് തുറക്കാൻ. അതിലേക്ക് ഒരാളെ അത് വേണമെന്ന് തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടാവും. നമ്മൾ വള്ളിയിലൊന്ന് നോക്കിയാൽ എന്നാ അവിടുന്ന് ആൾ പിടിച്ചാട് കൊണ്ടുപോയെന്നെ അവനെ, ഒഴിവുള്ളവരൊക്കെ പോരും. അങ്ങനെ ഒരു 30 അങ്ങനായി. ഇനി ഏത് പൊരയിലും വരാനില്ലേ 1-2 പുയ്യാപ്പിളാര് അല്ലേ, അവര് വരുന്നൊരു 40 കുട്ടികള്, അപ്പൊ ഒരു 50 ആയില്ലേ. പിന്നെ വാപ്പന്റെ ചങ്ങായിമാരും ഉമ്മന്റെ ചങ്ങാഴ്ചകളൊക്കെ ഉണ്ടാവും, ഓലൊക്കെ ഒന്ന് കൂട്ടണം നമ്മള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വാപ്പ മരിച്ചുപോയാൽ ഉമ്മ മരിച്ചുപോയാൽ അവരോടുള്ള കടപ്പാടും ബന്ധവും നിലനിർത്തുന്നതിന്റെ ഭാഗമാണ് അവരെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നിലനിർത്തൽ. വാപ്പന്റെ സുഹൃത്തുക്കളായിരുന്നു എന്നാ അവരെ നമ്മളാ നിലനിർത്താം. വാപ്പ പോയോടുകൂടെ ആ ബന്ധം നിൽക്കാൻ പാടില്ല, അവരെ വിളിക്കണം. അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾ ഇവിടെ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ മദ്രസ പഠിക്കുന്ന കുട്ടികളല്ലേ, ആ കുട്ടീന്റെ ക്ലാസ്സിലുണ്ട് ഒരു 10 കുട്ടികൾ. കുട്ടികളെ നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കിയാണ് നോമ്പറക്ക് എല്ലാവരും നോമ്പെടുക്കുകയും ചെയ്യും. മാത്രമല്ല ഒരു 2-2:30 ആകുമ്പോഴേക്ക് തന്നെ നമ്മളാ തെങ്ങിലോട്ടിലെ കോലുണ്ടാവും. ഇന്ന് ആചാരാടെ നോമ്പറാന്നൊക്കെ പറഞ്ഞു, അവർക്ക് വലിയ റാഹത്താണ്. അപ്പൊ ആ കുട്ടികൾ ഇനി അതും 100 തേക്കാൻ നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ മഗ്‌രിബിന് എന്ത് ചെയ്യാ, പള്ളിയിൽ ഇവിടെ ചെറിയ തുറണ്ട്, അതിലേക്ക് നിങ്ങൾ വക ഒരു ദിവസത്തെ സംഭാവന കൊടുക്കുക. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 100 ആളെ നോമ്പുറപ്പിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ രീതിയിൽ തറാവീഹ് മുടങ്ങാതെ തന്നെ ലളിതമായ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ അതിനുള്ള അരിയും പൊടിയും കൊത്തമ്പാലും മല്ലിയും ഒക്കെ എന്ത് ചെയ്യണം, മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് റെഡിയാക്കി വെക്കണം. റമളാനിൽ പിന്നെ അതൊക്കെ ഓടിപ്പിച്ചാനൊക്കെ പോലെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുങ്ങ. മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ചിന്തിക്കണം, എങ്ങനെ അറിയോ, ഇതെങ്ങനെ എനിക്ക് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന. നബിതങ്ങൾ ഇത് പറയുന്നതിന്റെ അടുക്ക് സ്വഹാബത്ത് എഴുന്നേറ്റു. അവര് ചോദിക്കുകയാണ്, നബിയെ ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സ്വായിം, ഞങ്ങളെല്ലാവരും നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഉള്ളവരല്ലല്ലോ. ഞങ്ങളെ കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ട്, നോമ്പുറപ്പിക്കാനുള്ള ഗതിയില്ലാത്തവരുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രതിഫലം എങ്ങനെ കിട്ടും? അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യുഅത്തില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സ്വായിമ ബിമുദഖത്തി ലബനിൻ ഔ ശർബത്തിൻ മിൻ മാഇൻ ഔ തംറാ. ഒരു ഇറക്ക് പാല് കൊടുത്തോ, ഒരു മുറുക്ക് വെള്ളം കൊടുത്തോ, ഒരു കാരക്കച്ചുള കൊടുത്തോ ആണ് നോമ്പ് തുറപ്പിക്കുന്നതെങ്കിലും അവർക്കൊക്കെ ഈ പറഞ്ഞ 3 കൂലിയും അള്ളാഹു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവന് ഉള്ളതിനനുസരിച്ച് നോമ്പുറപ്പിക്കാന്ന. പൊരയിൽ ആരുമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് കാശൊന്നുമില്ല നോമ്പുറപ്പിക്കാൻ. എന്നാൽ എന്ത് ചെയ്യാ, മഗ്‌രിബിന് ഒരു പള്ളിക്ക് കയറി പോകുമ്പോ ഒരു ബാക്ക് കാരിക്കും വാങ്ങിയെടുക്കും. അത് ഒന്ന് കഴുകിയിട്ട് എല്ലാവർക്കും ഓരോന്ന് ഒരു 3 എണ്ണം കൊടുത്തിട്ട് അങ്ങനെ കൂലി കിട്ടട്ടെ. ഇത് നമ്മളൊരു അമലായി കണ്ട് റമളാനിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊയ്തു കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. തുടർന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ ഫമൻ അസ്ബഅ സ്വായിമാ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ വിശപ്പ് മാറുവോളം ഭക്ഷണം കൊടുത്തു നോമ്പ് തുറപ്പിച്ചാൽ സഖാഹുല്ലാഹു മിൻ ഹൗളി, എന്റെ ഹൗലുൽ കൗസർ അല്ലാഹു അവനെ കുടിപ്പിക്കും. ലാ യൽമഉ ബഅദഹു അബദാ,
പിന്നീട് സ്വർഗത്തിലെത്തുന്നത് വരെ മഹ്ശറയുടെ ഭയാനകമായ രംഗങ്ങളിൽ പോലും അവന് ദാഹവും വിശപ്പും ഉണ്ടാവൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ കൂലിയൊക്കെ ആഗ്രഹിച്ച് നമ്മൾ ഒരുങ്ങുക. പിന്നെ അവിടുന്ന് പറഞ്ഞു വസ്തക്സിറൂ ഫീഹി ബിഅർബഇ ഖിസാൽ. റമളാനായാൽ നിങ്ങൾ 4 ദിക്റുകളെ വല്ലാതെ വർദ്ധിപ്പിക്കണം. 4 ദിക്റുകളെ നിങ്ങൾ ധാരാളമായി ചൊല്ലണം. അതിൽ 2 ദിക്റ് അള്ളാന്റെ പൊരുത്തം നിങ്ങൾക്ക് നേടിത്തരുന്നതും 2 ദിക്റ് വൈയക്തികമായി നിങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ളതുമാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി വേണ്ടതാണ്. ആദ്യത്തെ 2 പടച്ചോന്റെ പൊരുത്തം വാങ്ങിത്തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടർന്നു ഫഅമ്മൽ ഖസ്ലത്താനില്ലതാനി തുർലൗന ബിഹിമാ റബ്ബക്കും. നിങ്ങളെ റബ്ബിന്റെ പൊരുത്തം നിങ്ങൾക്ക് നേടിത്തരുന്ന 2 പുണ്യകർമ്മങ്ങൾ, 2 ദിക്ർ എന്ന് പറഞ്ഞത് എന്താ? അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അൻ തസ്തഗ്ഫിറൂ. ഒന്ന് ഷഹാദത്ത് കലിമ വർദ്ധിപ്പിക്കലാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദാ ഷഹാദത്ത് കലിമ ചൊല്ലാണ്. 2 വൻ തസ്തഗ്ഫിറു, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടലിനെ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്. ഇനി വ അമ്മൽ ഖസ്ലത്താനില്ലതാനി ലാ ഗിനാ ലക്കും അൻഹുമാ, നിങ്ങൾക്ക് വ്യക്തിപരമായി ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ 2 കാര്യത. അൻ തസ്അലൂഹുൽ ജന്നത വ തുഈദുനഹു മിനന്നാർ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് കാവല് തേടലുമാണ്. നമ്മൾക്ക് പരിചയമുള്ള ദിക്റ ഒന്ന് ഉറക്കെ ചൊല്ലിയേക്ക് റമളാന്റെ മണം കൊണ്ട് വരട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇതാണ് മുത്തുനബി റമളാനിൽ ധാരാളമായി നിങ്ങൾ ചൊല്ലണം എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ചൊല്ലലെത്ര? ജമാഅത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ ഇമാമിന്റെ കൂടെ 3 വട്ടം അവിടെ തീരും ചെയ്യും അല്ലേ? വസ്തക്സിറൂ എന്ന് പറഞ്ഞൊന്നും നമ്മളെടുത്തുണ്ടാവില്ല. 15 എണ്ണം ചെല്ലും ഒരു ദിവസം. അതൊന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് നേർച്ചയാക്കി 1000 ദിക്ർ അല്ലെ ഒരു 10,000 ദിക്റുകൾ നേർച്ചയാക്കിയാൽ 3 ദിവസം കൊണ്ട് കഴിയും. 10,000 എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് കഴിയും. നമ്മളെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അതിയല്ല. എന്നാ റമളാൻ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്ലാൻ ചെയ്തു പോയാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അവിടുന്ന് പറഞ്ഞു അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാനിലെ ആദ്യത്തെ 10 റഹ്മത്ത് വാരിക്കോരി വിതറുന്ന 10ആണ്. രണ്ടാമത്തേത് പാപമോചനത്തിന്റെ 10 ആണെങ്കിൽ 3-മത്തേത് നരക വിമോചനത്തിന്റെ 10 ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തൊള്ളിങ്കാട്ടി ഇങ്ങനെ ഒന്നോളിന. പാപമോചനത്തിന്റെ 10 ആണ്, റഹ്മത്തിന്റെ 10 ആണ് എന്ന് അള്ളാഹു പറഞ്ഞാൽ അല്ലെ നബിതങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അത് ചോദിച്ചോളീന്ന അതിന്റെ അർത്ഥം അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? റഹ്മത്ത് ചോദിക്കണം. അപ്പൊ ബിദ്അത്തുകാർ പറയാം അങ്ങനെ ചോദിക്കണം എന്ന് ഹദീസിലില്ല. മണ്ടന്മാര് നല്ല എന്താ അതിന് പറയാ. നമ്മളിപ്പോ ഒരു ബോർഡ് വെക്കുക, ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അസുഖം ഇവിടെ നിന്ന് കാണിച്ചോളിന്നല്ലേ? അതിന് ചോട്ടിൽ എഴുതി വെക്കണോ സന്ദർശിക്കുക, അവിടെ കാണിച്ചോളി നോക്കണം. അത് ഡോക്ടർ ഗഫൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെയാണ് ആ ബോർഡ് വെക്കണേനെ വന്ന് കാണിക്കാനാ. എന്നതുപോലെ അള്ളാഹ് റഹ്മത്ത് വാരിക്കോരി വിതരണ സമയമാണ് എന്ന് പറഞ്ഞാൽ അത് ചോദിച്ചോളിന്നാ പൊതു തത്വം. അങ്ങനെ ഖുർആനില് റഹ്മത്ത് പരാമർശിക്കുന്ന ഒരായത്ത് ഓതിപ്പോയാൽ നമുക്ക് എന്ത് സുന്നത്താ? അത് ചോദിക്കൽ സുന്നത്താ. അദാബിനെ പരാമർശിക്കുന്ന ഒരായത്ത് ഓതിയാൽ അതിന് തൊട്ട് കാവൽ തടൽ സുന്നത്താണ്. അതുപോലെ നമ്മള് റസൂൽ പറഞ്ഞില്ല, നിങ്ങൾ ഖബറില് ആളെ വെച്ച് മൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ? അതിന് ദിക്ർ നബി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നിങ്ങനെ പറയുന്ന ദിക്ർ അത് റസൂലുള്ള പറഞ്ഞതല്ല. നബി എന്തേ പറഞ്ഞിട്ട് നിങ്ങൾ തസ്ബീത്ത് ചൊല്ലിക്കോളി എന്നാ പറഞ്ഞത്. അതിന്റെ ദിക്ർ മഹാന്മാര് പറഞ്ഞതാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഈ 3 10ലും ഇത് ചെയ്യണം. ഒരു 10,000 വട്ടെങ്കിലും അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ നമ്മളെ നാവ് ധാരാളമായി ദിക്ർ ചൊല്ലുന്ന നാവായി മാറുമ്പോഴാണ്
അത് നമ്മളെ കൽബിനെ ശുദ്ധീകരിക്കുന്നു. നമ്മളെ കൽബിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നിറയുന്നു, നരകത്തെക്കുറിച്ചുള്ള ഭയം നിറയുന്നു, നമ്മളെ തഖ്വ വർദ്ധിക്കുന്നു. ഇങ്ങനെ നോമ്പ് കാലത്ത് നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടി നിശ്ചയിച്ച കർമ്മങ്ങളെ നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയാകുന്നത്. അത് മുഖേനയാണ് നമ്മൾ ആത്മാവ് വിമലീകരിക്കപ്പെടുന്നത്. അതോടൊപ്പം നമ്മൾ ഓർക്കണം, പരിശുദ്ധമായ ഈ മാസത്തെ റമളാനിനെ തന്നെ എന്തിനാണ് അല്ലാഹു തആല ഈ ട്രെയിനിങ്ങിന് വേണ്ടി തെരഞ്ഞെടുത്ത്? വേറെ 11 മാസമല്ലേ? അതിന്റെ കാരണം ഖുർആൻ പറഞ്ഞല്ലോ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ എന്നുള്ളത്. ഖുർആൻ അല്ലാഹു തആല ആദ്യമായി അവതരിപ്പിക്കുന്ന 2 അവതരണമുണ്ട്. ഒന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒരു ഓഫീസ്, അവിടേക്ക് ഖുർആനെ പരിപൂർണമായും ഇറക്കിയത് റമളാനിലാണ്. അതിനെപ്പറ്റിയാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞു. ലൈലത്തുൽ ഖദറിന് ഞാൻ ഖുർആൻ ഇറക്കി. അപ്പൊ അത് എടുക്കുക, ആകാശ ലോകത്തേക്ക് ഒന്നിച്ചിറക്കി ഇറക്കലാണ്. അപ്പൊ റമളാനിലാണ് ആ അർത്ഥത്തിൽ. ഇനി ഭൂമിയിലേക്ക് ആദ്യമായി ഖുർആന്റെ അവതരണം തുടങ്ങുന്നതും എന്ന് തന്നെയാണെന്നുണ്ട്, റമളാൻ 17-നാണ് എന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലും റമളാനാണ് ഖുർആൻ ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ദിവസവും റമളാനിലാണ്. അതൊക്കെ ഒരു ദിവസത്തിലാണെങ്കിലും ആ മാസത്തിന് മുഴുക്കെ എന്തുണ്ട്? അതിന്റെ ബർക്കത്തുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെങ്കിലും ആ റബീഉൽ അവ്വലിൽ മൊത്തത്തിൽ അതിൻ്റെതായ ഒരു ബർക്കത്ത് ഉണ്ടാവുമല്ലോ. അതാണ് ഇതിന്റെ ഖിയാസായി ഇമാം സയ്യൂത്ത് റളിയല്ലാഹു അൻഹു പോലുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ മാസത്തിന്റെ പ്രത്യേകത പരിഗണിച്ച് എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുന്നവരാണെങ്കിലും റമളാൻ വിശുദ്ധ ഖുർആനിന്റെ വാർഷിക ആഘോഷവും കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതുമായുള്ള ബന്ധം നമ്മളൊന്നു കൂടെ വർദ്ധിപ്പിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൽ അമാലി അൽ ഹില്ലു വർരിഹ്ലാ, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് യാത്ര നിർത്തുക, യാത്ര തുടരുക. എന്താപ്പാ പറഞ്ഞതെന്ന് നമുക്ക് തിരിഞ്ഞില്ല. നബി തങ്ങൾക്കും മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ഉടനെ അവിടുന്ന് പറഞ്ഞു, ഖുർആൻ ഖത്തം പൂർത്തീകരിക്കുക, ഉടനെ അടുത്ത ഖത്തം തുടങ്ങാൻ എന്ന് പറഞ്ഞാൽ റബ്ബിന്നാസാട്ട് ഓതിക്കഴിഞ്ഞാല് നമ്മൾ വേഗം എന്ത് ചെയ്യരുത്? ഖത്തമിന്റെ ദുആ തുടങ്ങരുത്. ഉടനെ തന്നെ ഫാത്തിഹ തുടങ്ങി അൽബക്രയിൽ ഏതാനും ആയത്തും കൂടി ഓതി വെച്ചിട്ടേ പിന്നെ എന്ത് തുടങ്ങാൻ പാടുള്ളൂ? ഓതി തീർത്ത ഖത്തമിന്റെ ദുആയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കാരനെ ഭയങ്കര ഇജാബത്ത് പ്രതീക്ഷിക്കുന്നതാണ്. ഇനി ഫാത്തിഹ മാത്രം ഓതി തന്നെ ദ്വാരക്ക വലിയ ഇജാബത്തുള്ള റസൂലുള്ളാഹി പറഞ്ഞത് കാണാം, മൻ ഖറഅൽ ഖുർആന സുമ്മ ദഅ അമ്മന ലിദുആഇഹി 4000 മലക്കിൻ. ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതി പിറകെ ദുആ ചെയ്യുകയാണെങ്കിൽ 4000 മലക്കുകൾ ആ ദുആക്ക് ആമീൻ പറയാൻ ഇറങ്ങി വരും. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് മുഅ്മിനീങ്ങള് എപ്പോ ദുആർക്കാണെങ്കിലും അൽ ഫാത്തിഹ എന്നാണ്. അല്ലെ, നമ്മൾ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദത്തൈനും ഓതിയിട്ട് ദുആർക്കണം. എന്തിനാ? ആരും ഇല്ലെങ്കിലും 4000 മലക്കൾ അതിന് ആമീൻ പറയാൻ വരും. മലക്കൾ വരുന്നോണ്ട് തന്നെ ചില ആൾക്കാർ അൽ ഫാത്തിഹ നേട്ടാൽ എന്താവും ചെയ്യും? എഴുന്നേറ്റ് പോവുകയും ചെയ്യും. നല്ലതാണ്. ഒരാൾ പോയാലും ചിലപ്പോൾ ഇജാബത്ത് ഉണ്ടാവും. റഹ്മത്തിന്റെ മലക്കൽ ഇറങ്ങണോടത്ത് ഇരിക്കാൻ പറ്റായിട്ടല്ലേ. ഞാൻ വേറൊരു സബബോ എനിക്ക് കാണുന്നില്ല. അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പോകേണ്ട എന്തൊരാവശ്യമുള്ളത്? ഇനി ഖുർആൻ ഫുള്ളായിട്ട് ഓതിയിട്ടാണെങ്കിലോ ഭയങ്കര ഇജാബത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറയുന്നുണ്ട്, ഖത്മ് പൂർത്തിയായി കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുത്ത് അവിടുന്ന് ദ്വാരക്കും, കുടുംബത്തെ കൂട്ടിയിരുത്തിട്ട് ദ്വാരക്കും. അതുപോലെ നമ്മൾ ഖത്തം തീർക്കണമേത്ത് മക്കളൊക്കെ കൂട്ടിയിരുത്തിട്ട് ദ്വാ ചെയ്യണം. ആ ദ്വാ തുടങ്ങുന്നത് എപ്പോഴായിരിക്കണം എന്നാ പറഞ്ഞത്? റബ്ബിന്നാസ് കഴിഞ്ഞ ഉടനെ ആവരുത്, വേഗം അടുത്ത ഖത്തം തുടങ്ങണം. അതിന്റെ താല്പര്യം നമ്മൾ എപ്പോഴും ഖത്ം ഓതുന്നവരായി തന്നെ ഉണ്ടാവണം എന്നാ. പൂർത്തിയാക്കി ഇനി അടക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ അപ്പോൾക്ക് അടുത്ത് തുടങ്ങി പോകണം, തീർന്നപ്പോഴേക്ക് അടുത്ത് തുടങ്ങാം. അതാണ് അൽ ഹില്ലു വർരിഹ്ല, യാത്ര അവസാനിക്കുക ഉടനെ തുടങ്ങുക. അപ്പൊ ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്? 5 ഖത്തം 10 ഖത്തൊക്കെ ഓതണ ആളുകൾ നമ്മളെ കൂട്ടത്തുണ്ടാവാം. അവരോടൊന്നും ഞാനൊന്നും പറയണില്ല, നിങ്ങൾ അത് കൂട്ടാൻ പറ്റുമെന്ന്. എന്നെ പോലത്തെ ആൾക്കാരുണ്ടാവും, നാടോടികൾ. റമളാനിലും ഓട് തന്നെ, ഇങ്ങനെ നാട് മുഴുവൻ ഓടുകയാണ്. അതിന്റെ ഇടക്കും ചെയ്യാൻ പറ്റുന്ന, ചൊല്ലാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്ലാൻ. അത് ഇത്ര കാര്യങ്ങൾ, ഒരു 3 ഖത്തമാണ്.
ഒന്ന് ഖത്തുമോ? അത്ര വലുപ്പമൊന്നുമില്ല. ഒരു ഖത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഞങ്ങൾ വിചാരിച്ചത്? ആകെ 30 ജുസ് ആണ്. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജാണ്. 20 പേജ് എന്ന് പറഞ്ഞാൽ 10 കഷ്ണം. ഒരു കഷ്ണം ഓതാൻ എത്ര വേണ്ട? നിങ്ങൾ 2 മിനിറ്റ്. നിങ്ങളൊന്ന് എടുത്ത് ഓതി നോക്കി. ഒരു ഖത്തും ഓതാൻ 2 മിനിറ്റ് ആവണം. ഇപ്പൊ സൂറത്ത് തബാറക്ക 3 മിനിറ്റ് ആണ്. സാവകാശം ഓതുന്നാക്ക്, സ്പീഡിൽ ഓതുന്നാക്ക് 2.5 മിനിറ്റ്. അത് 2 പേജിന്റെ കൂടുതലുണ്ട്. അത്ര അതിന് വേണ്ടു ആകെ. അപ്പൊ ഒരു ജുസു ഓതാൻ ആകെ എത്ര മിനിറ്റാ വേണ്ടത്? 20 മിനിറ്റ് ആണ് വേണ്ടത്. കുറച്ച് സാവകാശം ഓതാൻ പറ്റുള്ളൂ. അയാൾക്ക് കൂടിയാൽ 25 മിനിറ്റ്, അതിന്റെ അപ്പുറത്തേക്ക് വരൂല. അപ്പൊ നമ്മൾ റമളാൻ പരിശുദ്ധ ഖുർആന്റെ വാർഷികാഘോഷമൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുണ്ടല്ലോ. ആ 24 മണിക്കൂറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു 75 മിനിറ്റ്, 25 ആണെങ്കിൽ നീ 20 ആണ് എടുക്കണമെങ്കിൽ 60 മിനിറ്റ്, ഒരു മണിക്കൂർ, അത് 3 സമയത്താക്കി നമ്മൾ മാറ്റാം. ഞാനൊരു ഉദാഹരണത്തിന് പറയാം. അത്താഴത്തിന് എന്തായാലും നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അത് കഴിച്ച് നമ്മൾ 2 റക്അത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിക്കണ ഒരു സമയമുണ്ട്, ഒരു 20 മിനിറ്റ്. അവിടെ ഒരു ജുസ് ഓതുക. പിന്നെ ജമാഅത്തിന് വന്ന് സുബഹി നിസ്കരിച്ച് ഉടനെ കടന്നുറങ്ങരുത്. ഒരു ജുസ് അവിടെ ഓതുക, ഒരു 25 മിനിറ്റ് എടുത്ത്. പിന്നെ ഏതായാലും ലുഹറിന് പള്ളിയിലേക്ക് വരുമല്ലോ, അതൊരു 11-11:30 എത്തിയാൽ ലുഹറിന്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജുസ്. ഇങ്ങനെ ടൈം വെച്ച് ടൈം ടേബിൾ ഇല്ലാതെ ഒരിക്കലും ഒരു അമല് നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓതുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയങ്ങള്, നമ്മൾ ഒരു പരിധി ആദ്യം തന്നെ കാണണം. ഒരു ജുസു ഓതാനാ ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നാല് അതിന്റെ മുമ്പ് ഒരു മടി നിങ്ങൾക്ക് വരൂല. അതേ സമയത്ത് ഞാൻ കുറച്ച് ഖുർആൻ ഓതട്ടെ എന്ന് നിങ്ങളൊന്ന് പിടിച്ചു നോക്കിയാണ് 3 പേജിന്റെ അപ്പുറത്ത് നിങ്ങൾ പോകാൻ കഴിയില്ല. അപ്പോഴേക്കും കൊട്ടാവിടും, ക്ഷീണം വരും, കാല് നീട്ടിയേക്കും, കിടക്കും, പിന്നെ പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പൊ ഒരു തീരുമാനം എടുത്തിട്ട് അതനുസരിച്ച് പോണം. ഇങ്ങനെ നമ്മൾ പോവാണെങ്കിൽ ആദ്യത്തെ 10 പിന്നിടുമ്പോ അൽഹംദുലില്ലാഹ് നമ്മളെ മീസാനിലേക്ക് അതാ രേഖപ്പെടുത്തി വെച്ചു ഒരു ഖത്മ്. രണ്ടാമത്തെ 10 പിന്നിടുമ്പോ 2 ഖത്ം, മൂന്നാമത്തെ 10 പിന്നിടുമ്പോ 3 ഖത്ം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാ നമുക്ക് സന്തോഷിക്ക റമദാൻ കഴിയുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ പള്ളിന്റെ പുറത്തേ കൊലായിൽ ഇരുന്നിട്ട് പോരെ, എത്ര പെട്ടെന്നാലേ പോയത്, വന്ന മാതിരിയായിട്ട് പോയി. എന്താ ഇപ്പം കൂടിയേ? അമലല്ല 2 കിലോ അത് കൂടി. അങ്ങനെ അത്തായും മുത്തായും കിത്തായും കഴിച്ചാൽ അതിന്റെ പേരിൽ 2 കിലോ തൂക്കം കൂടിയത് വെച്ച് അമലൊന്നും കൂടിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ മുന്നൊരുക്ക പ്രസംഗം നടത്തിയത്. അപ്പൊ നല്ല പ്ലാനിങ്ങോടെ മുന്നൊരുക്കത്തോടെ നമ്മൾ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ മാസത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം എപ്പം തുടങ്ങിയിട്ടുണ്ട് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, കൊല്ലത്തിന്റെ തുടക്കം മുതൽ. ഇവിടെ കൊല്ലത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ റമളാനാട് കഴിഞ്ഞ് ശവ്വാൽ 1 മുതൽ കഥാ സ്വർഗം അലങ്കരിക്കാൻ തുടങ്ങുകയാണ്. എന്തിനു വേണ്ടി? അടുത്ത റമളാനെ വരവേൽക്കാൻ. അപ്പൊ ഒരു കൊല്ലം മുമ്പാ നമ്മളൊക്കെ നനച്ചുള്ളി ഇങ്ങനെ തുടങ്ങാൻ നോക്കണേ ഉള്ളൂ അല്ലെ? പള്ളിക്ക് പെയിന്റ് അടിക്കാൻ ആളെ തരണേ ഉള്ളൂ. അല്ലാഹു തആല സ്വർഗത്തിന് ശവ്വാൽ 1 തുടങ്ങാണ് അടുത്ത റമളാനെ വരവേൽക്കാൻ വേണ്ടി. അത്ര മുന്നൊരുക്കാണ്. മാത്രല്ല എല്ലാ അനുകൂല സൗകര്യങ്ങളും നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നു. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന സുഫിദത്തി ശയാത്തീൻ വമറദത്തുൽ ജിന്നി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, റമളാനിന്റെ ആദ്യത്തെ രാത്രിയായാൽ, മാസം കണ്ടാൽ ഉടനെ പടച്ചോൻ ചെയ്യണ പരിപാടി എന്താ? പിശാചുക്കളെ മുഴുവനും ചങ്ങലക്കിടുന്നു. ജിന്നുകളിലെ അക്രമകാരികളെ കയ്യാമം വെച്ച് ജയിലിലടക്കുന്നു. ഇതെന്തിനാ? ഒരു ദേശീയ ആഘോഷമൊക്കെ നടക്കുമ്പോ നിങ്ങൾ കണ്ടില്ലേ, KD ലിസ്റ്റിലുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഓലൊക്കെ ജാമ്യത്തിന് നടക്കണോല. ഓലൊക്കെ പിടിച്ചിട്ട് രണ്ടാമത് എന്ത് ചെയ്യും? ഓല ജയിലിൽ കൊണ്ടിടും. എന്തിനാ? അവരെ വേറെ ഏതെങ്കിലും ദുശക്തികൾ ഉപയോഗിച്ച് നമ്മളെ റിപ്പബ്ലിക് ഡേ പരിപാടിനെ അലങ്കോലപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തും. ഇതുപോലെ റമളാനിൽ വിശ്വാസികൾ നന്നാവാൻ വേണ്ടി ഇറങ്ങുമ്പോ അവിടെ ശൈത്താനും ഈ മറദത്തുൽ ജിന്നും വന്നിട്ട് നമ്മളതിന്ന് പിന്തിരിപ്പിക്കണ്ട എന്ന് കരുതി നമുക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് പടച്ച റബ്ബ് എന്ത് ചെയ്യുന്നത്? ഇവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതോടൊപ്പം തന്നെ വയുനാദി മുനാദ്, ഒരു മലക്ക് ഭൂമിയിലുടനീളം അനൗൺസ് ചെയ്ത് സഞ്ചരിക്കുകയാണ്. എന്താണ് അനൗൺസ്മെന്റ്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ
ഓ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് വരിക. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മയുടെ ഉപാസകരെ നിങ്ങളത് അവസാനിപ്പിക്കുക. ഇനി പുണ്യകർമ്മങ്ങളുടെ ദിനരാത്രങ്ങളാണ്, കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ട സമയമല്ല എന്ന് പറഞ്ഞിട്ടതാ മലക്ക് ഇങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതാ വഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ മുഴുവൻ വാതിലുകളും റമളാനിൽ തുറന്നിടുകയാണ്. അത് തീരുന്നത് വരെ അടവില്ല. എന്തിന്റെ സൂചന? ഇത് ആൾക്കാരൊക്കെ സ്വർഗത്ത് പോണ്ട സമയ. നരകത്തിന്റെ മുഴുവൻ വാതിലുകളുള്ള ആൾക്കാർ അടച്ചിടാണ്. അതിന്റെ സൂചനയാണ് ഇത് നരകത്ത് പോകേണ്ട സമയമല്ല. അതുകൊണ്ട് നരകത്തിന്റെ വാതിലൊക്കെ അടച്ച് സ്വർഗത്തിന്റെ തുറന്ന് അനൗൺസ് ചെയ്യാൻ ആളെ ഏൽപ്പിച്ച് ശല്യം ഉണ്ടാക്കണമല്ലോ പിടിച്ച് ജയിലിലടച്ച്, എന്നിട്ടും നമ്മൾ നന്നാൻ ഒരുക്കല്ലെങ്കിൽ പിന്നെ നമുക്ക് നന്നാൻ കഴിയില്ല. അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം തരട്ടെ. ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്താൻ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കണം. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, ഞാൻ അതിന് എണ്ണം കണക്കാക്കണില്ല, 10 മുതൽ 700 വരെ എന്ന് പറഞ്ഞ ആ എണ്ണൊന്നും വെക്കണ്ട, അത് ഞാനവിടെ കൊടുത്തോളും എന്നാണല്ലേ. എന്നാലും നമുക്ക് ഊഹിക്കാല എന്തായിക്കുപ്പത് അല്ലേ, എന്തായിക്കുപ്പ അല്ലാഹു കൊടുക്കണത്. അത് അല്ലാഹുവിന്റെ ലിഖാ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞവരുണ്ട്. പടച്ച റബ്ബിനെ കാണുക എന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം വേറെയില്ല. പക്ഷെ അതിന് ആദ്യം എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തിയവർക്കേ പടച്ചോനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്വർഗം കിട്ടുകയും പടച്ചോനെ കാണുകയും ചെയ്യുക, നരകത്തിൽ കടക്കാതിരിക്കുക. ഇതാണ് നോമ്പ് കൊണ്ടുള്ള വലിയ പ്രതിഫലം. അസ്സൗമു ജുന്നത്തും മിനന്നാർ, നോമ്പ് എന്ന് പറയുന്നത് നരകത്തിന്റെ മുമ്പിൽ ഒരു പരിചയാണ്. അങ്ങോട്ട് നമ്മൾ പോകൂല. നരകത്ത് പോകാതെ സ്വർഗത്തിലെത്തണം. മുഅ്മിനീങ്ങളെല്ലാരും ഒന്നാം കെട്ട് തന്നെ സ്വർഗത്തിലെത്തിക്കൊള്ളുന്നില്ല. ഈമാനുണ്ട്, പക്ഷേ നന്മയുടെ തുലാസ് അത് തിന്മയേക്കാൾ ഭാരം കൂടിയില്ല. തിന്മക്കാണ് മുൻതൂക്കെങ്കിൽ എവിടെ പോണ്ടി വരും? നരകത്ത് പോണ്ടി വരും. നമ്മളിപ്പം വിചാരിക്കും അത് സാരല്ല, അവിടെ പോയാലും പിന്നെ സ്വർഗത്തിലെത്തുമല്ലോ എന്ന്. അത് നരകം താൻ തിരിയാത്തോണ്ടാണ്. ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ നമുക്ക് തോക്കത്തില്ല. അതേ സമയത്ത് സ്വർഗം എന്ന് പറയുന്നത് അത് വല്ലാത്ത സന്തോഷമുള്ള സ്ഥലമാണ്. ദുനിയാവിലൊരു മനുഷ്യന്റെ മനസ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കിട്ടുന്ന ലോകമാണ് സ്വർഗം. ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത യുനാദി മുനാദ്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മലക്കിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നു. എന്താണ് ആദ്യം തന്നെ മലക്ക് വിളിച്ചു പറയുന്നത്? ഓ സ്വർഗവാസികളെ, ഇന്നലക്കും മൻ തഹയൗ വലാ തമൂതു അബദാ, ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ജീവിതമാണ്, ഇനി മരണമില്ലട്ടോ. സുബ്ഹാന ജല്ല ജലാലു. ആ ഒരു സന്തോഷ വാർത്ത കിട്ടിയാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ? സ്വർഗം എന്ന് പറഞ്ഞ എല്ലാ നന്മകളും നിറഞ്ഞ സ്ഥലം. നമ്മളെ കണ്ണിലോ നമ്മളെ കാതിലോ നമ്മളെ മനസ്സിലോ ഇന്ന് വരെ കാണുക കേൾക്കുക ഉദിക്കുക ചെയ്യാത്ത അലങ്കാരങ്ങളും സൗകര്യങ്ങളും. അവിടെ എത്തിയാൽ ഇനി നിങ്ങൾ മരണമില്ല, ഞങ്ങൾ കാലകാലം ഇവിടെ നാട് കേട്ടാൽ ആ സന്തോഷത്തെക്കാൾ വേറെ വലിയ സന്തോഷമല്ല. അത് കേട്ട് തുള്ളിച്ചാടുമ്പോഴാണ് പിന്നെ വിളിച്ചു പറയുന്നത് വൈന്നലക്കും അന്തശിബ്ബു വലാ തഹ്റമു അബദാ, ഇനി നിങ്ങളെല്ലാരും യുവാക്കളാണ്, നിങ്ങളെ വാർദ്ധക്യം പിടികൂടൂല. പിന്നെ കേൾക്കുന്നു വൈന്നലക്കും അന്തസിഹു വലാ തസ്ഖമു അബദാ, ഇനി മുതൽ നിങ്ങളെല്ലാം ആരോഗ്യമുള്ളവരാണ്, നിങ്ങൾക്ക് രോഗമുണ്ടാകൂല. പിന്നെ പറയുന്നു നിങ്ങൾക്ക് കാലാകാലം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാം, എല്ലാ മനസ്സിന്റെ മോഹങ്ങളും ഇവിടെ പൂവണിയും, ഒന്നിനും ഒരു മുട്ടും നിങ്ങൾക്കുണ്ടാകൂല. മനുഷ്യന്റെ മനസ്സാഗ്രഹിക്കുന്ന 4 മോഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സ്ഥലം, അതാണ് അല്ലാഹുവിന്റെ സ്വർഗം.
ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അതിനുവേണ്ടി മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് ആഫിയത്തും ഹിമ്മത്തും ഈമാനിക മനക്കരുത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഖത്തറിൽ നിന്നൊരു സഹോദരൻ തങ്ങളോട് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി അല്പസമയം മുമ്പ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ദീനിയായ പ്രവർത്തകൻ, എല്ലാവർക്കും അറിയാം അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ വലിയൊരു കേസ് വന്ന് ആ കേസ് എടുക്കുന്ന ദിവസമാണ് നാളെ. റമളാന്റെ തൊട്ട് മുമ്പാണ്. ദീനിനു വേണ്ടി ഒരുപാട് സേവനം ചെയ്ത സഹായിച്ച വ്യക്തിയാണ്. നിങ്ങളൊക്കെ ഒരു പ്രയാസമില്ലാതെ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. മഹാന്മാരായ മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട്, സാദാത്യങ്ങളെ ഹക്ക് കൊണ്ട്, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഹക്ക് കൊണ്ട് റബ്ബേ നീ സലാമത്തിലാക്കണേ റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അതുപോലെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. എല്ലാവരെയും നീ നിരപരാധികളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഖുദുസിന്റെ നാട്ടിൽ അനേകം പേര് മാരകമായ മുറിവേറ്റ് കിടക്കുന്നവരുണ്ട് റബ്ബേ, നീ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടവരെ രക്തസാക്ഷികളിൽ നീ പെടുത്തണേ അല്ലാഹ്. അക്രമകാരികളെ നീ പിന്തിരിപ്പിക്കണേ റഹ്മാനെ. നിരപരാധികളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസ് ഇവിടെ വന്നു ചേർന്നവർ പല മുറാദുകളുമോടെ വന്നവരുണ്ട്. എല്ലാവർക്കും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. വിശുദ്ധ റമളാനിനെ ആരോഗ്യത്തോടെ സ്വീകരിച്ച് സന്തോഷത്തോടെ യാത്രയാക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദനാ ഖായിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.